ഹലോ നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. കുറച്ച് നാൾക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ആ ഫാം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പോത്ത് ഫാമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, പോത്ത് ബിസിനസ് നിർത്തിയൊന്നും ഇല്ല. പോത്ത് ബിസിനസ് നിർത്തിയിട്ടില്ല. നമ്മൾ ഒരു ഡയറി ഫാമും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ 2 മാസം കഴിഞ്ഞ് നമ്മൾ അടുത്ത ലോഡ് ഇറക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല മഴയാണ്. വേനൽക്കാലത്തൊക്കെ ഇടയ്ക്ക് നല്ല മഴ ലഭിക്കുന്നുണ്ട്. നല്ല മഴ പെയ്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് മഴയത്ത്. വേനൽ ചൂടിൽ ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ചെറിയ മഴയല്ല, നല്ല മഴകൾ ഇടയ്ക്ക് ലഭിക്കാറുണ്ട്. അത് നമുക്ക് കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. അതായത് പുൽകൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മഴയാണിത്. വേനൽക്കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പുല്ലൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഈ സൈഡിലേക്ക് അല്ലു എവിടെയോ ഉണ്ട്, സൈഡിൽ എവിടെ ഇരിപ്പുണ്ട്. നോക്കട്ടെ ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെ കാണും. പശുക്കുട്ടികളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. പെൺകുട്ടിയാണ്. രാവിലെയുള്ള കറവ സമയമൊക്കെ ആവാറായി. കറവ സമയത്തിന് എല്ലാവരും പാല് കുടിക്കാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. ഇവരൊക്കെ കിടക്കുകയാണ്, രാവിലെയുള്ള വിശ്രമത്തിലാണ്. കറവ കഴിഞ്ഞ് ഈ സൈഡെല്ലാം കറവ കഴിഞ്ഞു. നമ്മൾ HF ജേഴ്സിയാണ് നമ്മളെ ഫാമിലേക്ക് ഏറ്റവും കൂടുതൽ HF ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലുൽപാദനം കൂടുതലുള്ളത് HF ആണ്. അതുകൊണ്ടാണ് ജേഴ്സി നമ്മൾ 3 ജേഴ്സിയെ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കളാണ്. ജേഴ്സി മോശമെന്ന് അല്ല പറയുന്നത്. ജേഴ്സി നല്ല പാല് കിട്ടുന്നത് തന്നെ, പാൽ കൊഴുപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊരു ബിസിനസ് എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്ക് ജേഴ്സിയെ മാത്രം പ്രിഫർ ചെയ്തിട്ട് കാര്യമില്ല. ഈൽഡ് കൂടുതൽ കിട്ടുന്ന പശുക്കളെ തന്നെ ഫാമിൽ നിർത്തുന്നതായിട്ട് ഏറ്റവും അനുയോജ്യം. ഇവള് ഒരു കടിഞ്ഞക്കിടാവാണ്. 7 മാസം ജന. ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെ മേടിച്ച് അവർ ചോദിച്ച വില തന്നെ കൊടുത്ത് മേടിച്ചു. നല്ല ക്വാളിറ്റി കിടാവാണത്. രാവിലെയുള്ള കറവയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തീറ്റയൊന്നും കൊടുത്തില്ല. കറവയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. കറവ കഴിഞ്ഞവരൊക്കെ കിടക്കുന്നു. അവരൊക്കെ നോക്കുകയാണ് എന്നാണ് അവർ നോക്കുന്നത്. നമ്മുടെ ഫാമിലേക്ക് കൂടുതൽ ഹൈബ്രിഡ് പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോയാൽ ചെറിയ കസ്റ്റമറൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ കുറഞ്ഞ പശുക്കളും അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്താണ് പോകുന്നത്. എന്നാൽ നല്ല ഈൽഡുള്ള പശുക്കളുമുണ്ട്. 25 ലിറ്ററോളം കിട്ടുന്ന പശുക്കളുമുണ്ട്. കഴിഞ്ഞ് എല്ലാവരെയും സോപ്പ് തേച്ച് കുളിപ്പിക്കുക. എല്ലാ കുട്ടികളെയും എല്ലാ ആഴ്ച തോറും സോപ്പിട്ട് തേച്ച് നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കും. അപ്പോൾ നല്ല ഷൈനി ആയിരിക്കും കാണാൻ. അതാണ് നമ്മൾ സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നത്. ആഴ്ച ഒരു ദിവസം സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നത്. ബാക്കിയുള്ള ദിവസം സാധാരണ നമ്മൾ നോർമൽ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അത്യാവശ്യം ഫീഡൊക്കെ എടുത്ത് തുടങ്ങി. വൈക്കോല് നമ്മൾ കൊടുക്കില്ല. 2 നേരം പുല്ലാണ് അവർക്ക് കൊടുക്കുന്നത്. പുല്ല് ഇപ്പോൾ ആവശ്യത്തിന് നമ്മളെ പാടത്തുണ്ട്. അതുകൊണ്ട് പുല്ലും പിന്നെ കൈത്തീറ്റയായിട്ട് ഇവർക്ക് കുട്ടിത്തീറ്റയുണ്ട്. പെല്ലറ്റ്, തവിടും പരുത്തിപ്പിണ്ണാക്ക് അത് കുഴച്ച് വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ കഴിക്കും. ഇപ്പം
ഉച്ച സമയത്തുള്ള കുളിപ്പിക്കലാണ് ഇപ്പം നടക്കുന്നത്. ഉച്ച സമയം കഴിഞ്ഞുള്ള കറവ് കഴിഞ്ഞ് ഉച്ചക്കറവ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പം കുളിയാണ് നടക്കുന്നത്. 3 നേരമാണ് നമ്മൾ ഫാമിൽ നമ്മൾ പശുക്കളെ കുളിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട് സമയമാണ്. ഒരു ചൂട് അവർക്ക് അധികമായിട്ട് താങ്ങാൻ കഴിയില്ല. ഈൽഡ് കൂടിയ ഹൈ ഈൽഡ് പശുക്കളാണ്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 3 നേരവും നല്ല രീതിയിൽ തന്നെ കുളിപ്പിക്കും. രാവിലെ 4 മണിയാകുമ്പോൾ നമ്മളെ ഫാമിലെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അല്ലുവാണ് പശുവിൻ്റെ കാര്യങ്ങൾ, ഡയറി ഫാമിൻ്റെ കാര്യം അല്ലു തന്നെ നോക്കുന്നത്. അല്ലു രാവിലെ 4 മണിക്ക് വന്ന് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് പശുക്കളെയെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി ആണ് പതിവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കറവ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ 4 മണിക്ക് പിന്നെ നമ്മളെ ഫാമിൽ വന്ന് അല്ലു എല്ലാം ചെയ്ത് പുണ്ണാക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് പുണ്ണാക്കൊക്കെ കുതിർക്കാനൊക്കെ വെച്ചതിന് ശേഷം തൊഴുത്തെല്ലാം ചാണകമൊക്കെ ക്ലീൻ ചെയ്ത് വാരി പിന്നെ നമ്മൾ കുളിപ്പിച്ച് എല്ലാവരെയും കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ രാവിലത്തെ കറവ. അതുപോലെ തന്നെ നമ്മൾ ഉച്ചലത്തും ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ തൊഴുത്തെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാവരെയും ഒന്ന് കുളിപ്പിച്ച് ഇട്ട് ആണ് അവരെ നമ്മൾ കറവ ചെയ്യുന്നത്. ഇത് 3 മണി സമയത്തുള്ള കറവ കഴിഞ്ഞുള്ള സമയത്തുള്ള കുളിയാണ് നടക്കുന്നത്. പിന്നെ ഇനിയാണ്ട് ഇവർക്ക് എല്ലാവരും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വീണ്ടും നമ്മൾ ഫീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫീഡ് പ്രധാനമായിട്ട് നമ്മൾ പെല്ലറ്റ് 3 തരം പെല്ലറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഓർഗാനിക് പെല്ലറ്റ്, DNXൻ്റെ ഓർഗാനിക് പെല്ലറ്റ്, പിന്നെ നമ്മൾ KSൻ്റെ സുപ്രീം, പിന്നെ അത് കൂടാതെ നമ്മൾ രാവിലെ നമ്മൾ പരുത്തിപ്പിണ്ണാക്ക് കൊടുക്കും. പരുത്തിപ്പിണ്ണാക്ക് പിന്നെ സപ്ലിമെൻറ്റ്സുകളൊക്കെ ഉണ്ട്. ലിവർ ടോണിക്, കാൽസ്യം ഉള്ള സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടൊരു കൃത്യനിഷ്ഠയായിട്ടുള്ള ഒരു തീറ്റക്രമമാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ തവിടുണ്ട്, ഗോതമ്പ് തവിടാണ് നമ്മൾ കൊടുക്കുന്നത്. ഗോതമ്പ് തവിട് നമ്മൾ കുത്തുവിളക്കിൻ്റെയാണ് എടുക്കുന്നത്. കുത്തുവിളക്ക് ബ്രാൻഡാണ് നമ്മൾ എടുക്കുന്നത്. അത് നല്ല ഒരു റിസൾട്ട് നമ്മൾ കിട്ടുന്നുണ്ട്. നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് ഇതൊക്കെയാണ്. എപ്പോഴും നമ്മൾ ഏതൊരു കർഷകരായാലും അവർക്ക് റിസൾട്ട് കിട്ടുന്നതും ഏറ്റവും ഗുണപ്രദമായും, അതായത് കന്നുകാലികൾക്ക് ദോഷമില്ലാത്തതുമായിട്ടുള്ള തീറ്റയാണ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ഒരു ബിസിനസ് എന്ന രീതിയിലല്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പശുക്കൾ ആയാൽ പോലും നമ്മൾ അവർക്കുള്ള ആരോഗ്യമാണ് ഏറ്റവും. അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ആദായങ്ങൾ ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അതാണ്ട് നമ്മളെ പശുക്കിടാവ് ഇന്നലെ കൊണ്ടുവന്ന ഒരു പശുവാണ്. അവൾ ഇന്ന് പ്രസവിച്ചു. ഒരാഴ്ച സമയം പറഞ്ഞാണ് അവർ തന്നത്. പക്ഷേ പിറ്റേന്ന് തന്നെ അവൾ പ്രസവിച്ചു. എന്തോ ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഇതായിരിക്കും. ഒരു ഡേറ്റിൽ ഉള്ള ഒരാഴ്ചയിലത്തെ ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകാറുണ്ട്. ഇവളും നല്ല ഹൈ ഈൽഡ് പശുവാണ്. ഇത് 3ാം പ്രസവമാണ് ഇവൾക്കുള്ള. ഫസ്റ്റ് 21 ലിറ്റർ, രണ്ടാമത്തെ 28 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. അപ്പം 3ാമത്തേത് ഒരു 30 ലിറ്ററിന് മേളിൽ പാലാണ് പ്രതീക്ഷിക്കുന്നത്. HFൻ്റെ പ്യുവർ HF തന്നെയാണ്. ഇന്ന് രാവിലെ പ്രസവിച്ചതേ ഉള്ളൂ. അവൻ ആദ്യത്തുള്ള പാല് കൂടിയാണ് നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഈ മഞ്ഞപ്പാൽ കുടിക്കും. പ്രസവം കഴിഞ്ഞാൽ ഒരു ഫുള്ള് മഞ്ഞപ്പാൽ കൊടുക്കും നമ്മൾ. 2-3 നേരം നമ്മൾ കൊടുക്കും. ഇപ്പം രാവിലെ പ്രസവിച്ചു. മാവുകളിലേക്കുണ്ട്. മാവൊന്നും പോയിട്ടില്ല. മാവിനിപ്പം ടൈം എടുക്കും. ഒരു 5 മണിക്കൂറിനുള്ളിലേക്കാണ് എടുക്കുന്നത്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു കാൽസ്യം കൊടുക്കാറുണ്ട്. അത് നമ്മൾ മസ്റ്റാണ്. പ്രസവം കഴിഞ്ഞാൽ ഒരു കാൽസ്യം ഉണ്ട്. മയക്കക്കാളിൻ്റെ ജെല്ലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനിയും നമ്മളെ പുതിയ അപ്ഡേഷൻ വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.